ഹായ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ദിസ് ഈസ് സുബബാസ്. ഇപ്പോൾ നമ്മളൊരു ആലപ്പി ട്രിപ്പ് പോവുകയാണ്. ആലപ്പി ട്രിപ്പ് എന്നല്ല, അതായത് എൻ്റെ സ്വന്തം നാട്ടിലേക്ക്, വസുവിൻ്റെ വീട്ടിൽ പോവുകയാണ്. വസുവിൻ്റെ ഓച്ചൻ്റെ വീട്ടിലായ ആലപ്പി. സോ നൈറ്റ് ആകുമ്പോൾ വലിയ തിരക്കുണ്ടാവില്ല. പട്ടി വിളിക്കുന്ന വസു കുഴപ്പമില്ല. നൈറ്റ് ആകുമ്പോൾ കുറച്ച് റഷ് ഉണ്ടാവില്ല. അങ്ങനെ നൈറ്റ് ആകുമ്പോൾ കുറച്ച് സ്പീഡായിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ നൈറ്റ് ഇറങ്ങിയത്. അവൻ നൈറ്റ് ആകുമ്പം പ്രകൃതി ഭംഗി ആസ്വദിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ നമുക്ക് ചില്ലായിട്ട് പോവാം, വേറെ ട്രാഫിക്കൊന്നും ഇല്ലാതെ അവിടെ വഴിയിലൊന്നും കിടക്കാണ്ട് ചില്ലായിട്ട് പോവാം. പോണ വഴിക്ക് വേണം ഫുഡ് കഴിക്കാൻ. സോ ഇപ്പം ബസ്സിന് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇനി ലേശം ഫുഡ് കഴിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം എന്തൊക്കെയായിരിക്കും ഈ പോകുന്ന വഴിയിൽ നടക്കണേ എന്നുള്ളത്. കുരിശിലുള്ള കേക്ക് ഹൗസ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് നമ്മൾ ഇറങ്ങിയത്. സ്നാക്സ് എന്തെങ്കിലും മേടിക്കാന്ന് വെച്ചിട്ട്. കാരണം ഇങ്ങനെ ലോങ് പോകുമ്പോൾ വസുവിന് എന്തെങ്കിലും വേണം. നമ്മൾ വീട്ടിൽ നിന്ന് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി മറന്നുപോയി എടുക്കാൻ. അങ്ങനെ വസു നമ്മൾ വണ്ടി നിർത്തിയപ്പോഴും പറഞ്ഞു എനിക്ക് ഇവിടുന്ന് മുട്ടായി വേണം എന്ന് പറഞ്ഞ് നമ്മൾ അവിടുന്ന് എന്തെങ്കിലും ഐറ്റംസ് വാങ്ങാമെന്ന് പറഞ്ഞ് കയറി. അപ്പം നമ്മൾ അവിടുത്തെ ചോദിച്ചു. ചിലർക്ക് ഇഷ്ടാവില്ല നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമ്മൾ എവിടെ പോയാലും നമ്മൾ അവർക്ക് പെർമിഷൻ ചോദിക്കും. ഒരു കടയിലാണെങ്കിൽ അവർക്ക് ചോദിക്കും വീഡിയോ എടുക്കത്തോട്ടെ. കാരണം എല്ലാവർക്കും പ്രൈവസി എന്ന് പറയുന്ന ഒരു സാധനം വലിയ ഇമ്പോർട്ടൻ്റ് അല്ലേ. അങ്ങനെ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിനെന്താ കുഴപ്പമില്ല, എന്താ നിങ്ങളുടെ ചാനലിൻ്റെ പേരെന്നൊക്കെ ചോദിച്ചാൽ 3 ചേട്ടന്മാരും ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ. പിന്നെ വസു ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു അവിടെ ചെന്നപ്പം. ഏത് ഐറ്റമാണ് എടുക്കേണ്ടതെന്ന് എൻ്റെ കുട്ടിക്ക് ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി. അങ്ങനെ ഒരു ഡൈനോസർ മുട്ടയും ഒരു സാധാ മുട്ടയും മേടിച്ചിട്ടുണ്ട്, ഒരു ജംസിൻ്റെ പാക്ക് എന്തോ. അങ്ങനെ പിന്നെ അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി കിട്ടിയാൽ മതിയെന്നായി. കാരണം അവൻ വീണ്ടും വീണ്ടും നോക്കിയാണ് ഇനി അതെടുക്കണോ ഇതെടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് കുട്ടിയിരിക്കുന്നത്. ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ കേക്കും ക്രീമൊക്കെ ആയിട്ടുള്ളത്. തരാം ഫസ്റ്റ് ബസ്സും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അവനെ മേടിച്ചാണ് കൊടുത്തിട്ട് നമ്മളും കുറച്ച് മോഷ്ടിക്കും. കൊള്ളാമോ? നല്ല സൂപ്പറാണോ? കുറച്ചുകൂടെ കഴിച്ചോ. മിഷൻ ഫെയിൽ, ബാക്കി നമുക്ക് കഴിക്കാം. എങ്ങനെയുണ്ട് കേക്ക്? ഒരു പേസ്ട്രി എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു സംഗതി. കൊള്ളാം കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി കയറിയത് കുഴിമന്തി കടയിൽ. കുഴിമന്തി എനിക്ക് പണ്ട് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഐറ്റം ആയിരുന്നു. ഞങ്ങൾ പൊട്ടിപ്പോയ എന്നെ പൊട്ടിക്കുവേ. This is so hard. ഇത് മുട്ടയാണ്. കാലൊക്കെ ഇതിനകത്തിട്ടുതരാം. ഇതാണ് ഡൈനോസറിന്റെ മുട്ട അല്ലേ? ഡൈനോസറിന്റെ മുട്ട ഞങ്ങളിപ്പോൾ കഴിക്കും. നല്ല കളർഫുൾ മുട്ടകളാണ് ഡൈനോസർ ഇട്ടിരിക്കുന്നത്. പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, പിങ്ക് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. എനിക്ക് കാരണം ഇത് ഗുളികയുടെ ടേസ്റ്റ്. കുറച്ച് കൊള്ളൂലിടാം. നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണത്? എന്തുണ്ട് കേട്ടോ, ഇതൊരു ഡൈനോസറാണ്. പക്ഷെ ഇതിനെങ്ങനെ ഡൗട്ട് പറയും. ഹലോ,
എന്തിൻ്റെ മുട്ടയാ? പൊട്ടിച്ച് തരുമല്ലോ ഞാൻ. അതിനകത്തിട കുറച്ച് വലിയ ഡൈനോസറിൻ്റെ മുട്ട. ഓരോന്നോരോന്ന് കൈടാ. സുസു, ടേൺ യുവർ ലെഫ്റ്റ്, ടേൺ യുവർ ലെഫ്റ്റ്. കൊച്ച് ഒരു കൊച്ച് എടുത്തോ എടുത്തോ. ഇതാ എൻ്റെ വലിയ എണ്ണനെ കൊടുക്കുന്നത്. നീ കഴിക്കും. ചരിത്രത്തിൽ ആദ്യമായിട്ട് വസുദേവ് കുഴിമന്തി കഴിക്കുന്നു. മുളക് കഴിച്ചൂടാ. ഈ മുളക് കഴിക്കാൻ പറ്റൂല. എടുക്കണം, നല്ലത്. അല്ല ചെളി ചെളി. ആ ചെരുപ്പ് ഊരിട്ടിരുത്, ചെരുപ്പ് ഊരിട്ടിരുത്, ചെരുപ്പ് ഊരിട്ട് ഊരിട്ട് ചെരുപ്പ് ഊരിട്ടോടി അവൻ്റെ ചെരുപ്പ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. നമ്മള് മാപ്പ് ഇട്ടാണ് പോകുന്നത്. സമയം കാണിച്ചിരിക്കുന്നത് 2 hours 43 minutes. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വണ്ടി നിർത്തി ഉറക്കം വരുമ്പോ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. കഴിക്കുന്നത് വളരെ നല്ലതാണ്. വേണ്ടെന്നാ എന്തോ എന്റെ കുട്ടിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ഇന്നൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. നോക്കലേ സാധാരണ നമ്മൾ ഈ ടൈമിലൊക്കെ പോകുമ്പോൾ നിറച്ച് വണ്ടികളും ഭയങ്കര റഷായിരിക്കും റോഡ്. ഇതെന്തോ വിജനമായി കിടക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ 2 മണി 3 മണിക്കൊക്കെ ഈശ്വര ഇതെന്ത് ഇത്ര ആളും പേരും ബഹളം എന്ന്. ഇത് നമ്മളെപ്പോഴും ഇപ്പം പിന്നെ ഒരുവിധം സമയം കഴിഞ്ഞപ്പോഴേക്കും വാസുദേവനൊരു ഉറക്കത്തിൻ്റെ ഒരു കാര്യങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങി. ഉറക്കം വന്ന് കിറങ്ങിയിരിക്കുകയാണ്. എന്നാലും വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് അവന്. ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ. എൻ്റെ മൂഡ് അനുസരിച്ചാണ് കേട്ടോ. പിള്ളേരല്ലേ, ചിലപ്പം വേണ്ട എൻ്റെ വീഡിയോ ഒന്നും എടുക്കണ്ട എന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയും. അല്ലെ എന്നെ കൂടി എടുക്കുമെന്ന് പറഞ്ഞു വരും. ഇതൊരു അമ്മ മകൻ കോംബോ. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ചു നേരം ഇടയ്ക്ക് ഇറങ്ങി. അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ പന്തളെത്തി. വസുദേവൻ നല്ല ഉറക്കം. ഏട്ടൻ ഉറക്കം വന്നിട്ട് ഏട്ടൻ മുഖമൊക്കെ കഴുകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇനിയൊരു 1 hour 3 minutes ആണ് മാപ്പിൽ കാണിക്കുന്നത്. ഉറക്കം വരുന്നുണ്ട്. നമുക്കിനി ചായയൊക്കെ കുടിച്ച് ഉറക്കത്തെ കുറച്ച് നേരം മാറ്റി വയ്ക്കാം അല്ലേ?
ഇനിയും 1 മണിക്കൂർ കൂടി നമ്മൾ സഞ്ചരിക്കേണ്ടതായിരിക്കുന്നു. സോ ലെറ്റ്സ് ഗോ. ചായ കുടിക്കുന്നതിന് മുന്നേ നമുക്കൊരു ശൗചാലയം കണ്ടെത്തേണ്ടതായിരിക്കണം. കാരണം വെള്ളങ്ങൾ കുടിച്ച് കുടിച്ച് മൂത്രമൊഴിക്കാൻ സഹികെട്ടിരിക്കുകയാണ് ഞാനിവിടെ. ഈ ഒരു പമ്പാണ് നമ്മുടെ ഏക ആശ്രയം. കാരണം ഈ സമയത്ത് കടകളൊക്കെ ഓൾമോസ്റ്റ് അടച്ചിട്ടുണ്ട്. ക്ലോസിങ് ടൈമൊക്കെയാണ്. നമ്മൾ കയറി ചെന്ന് അവർക്ക് ബുദ്ധിമുട്ടാവും. സോ നമുക്ക് ഏതെങ്കിലും പമ്പ്, അതാണ് നമ്മുടെ ശൗചാലയം. ഇവിടെ ഏട്ടൻ കയറി കടയിൽ ചായ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അകത്തുള്ളത് പുറത്തേക്ക് കളഞ്ഞാലേ ഇനി എന്തെങ്കിലും അകത്തേക്ക് കയറുള്ളൂ. സോ നമുക്ക് ലെറ്റ്സ് ഗോ ഫോർ എ ശൗചാലയം. അങ്ങനെ ഒരു വൃത്തിയുള്ളൊരു ബാത്റൂം നമ്മൾ കണ്ടുപിടിച്ചു. ക്ലീൻ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ക്ലീൻ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്നു. കാരണം ഇരുന്ന് വസു അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. വസുവിനെ മടിയിൽ വെച്ച് ഞാൻ മുഷിഞ്ഞ. അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഒരു ബൂസ്റ്റ് ചായയൊക്കെ കുടിച്ച് അങ്ങനെ പോകുന്നു. ഈ ഒരു ബോർഡ്, ഈ ആലപ്പുഴ ബോർഡെന്ന് കാണുമ്പോഴേ ഒരു തരം മനസ്സുഖമാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ നാട് മിസ് ചെയ്യുന്നതും ഇവിടുത്തെ ആളുകളെ മിസ് ചെയ്യണതൊക്കെ. അതിന് മുന്നേ വരാം ഞാൻ അമ്മയോട് പറയുന്നത്, എന്നെ ദൂരെ എവിടെയെങ്കിലും കല്യാണം കഴിച്ച് ചോദിച്ചോളൂ നിങ്ങൾ. അങ്ങനെ ഫൈനലി എൻ്റെ വീടെത്തി. യെസ്, BTMN നഗർ. അങ്ങനെ ലോ ആ കാണുന്ന വൈറ്റ് ആൻഡ് ഓറഞ്ച് കളർ പെയിന്റ് അടിച്ചതാണ് എൻ്റെ സ്വന്തം വീട്. ഇങ്ങനെയുള്ള ഒരു വരവെന്ന് പറഞ്ഞാൽ ഇത് കല്യാണം കഴിഞ്ഞവർക്ക് അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇങ്ങനെ വരിക എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തൊട്ടപ്പുറത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കേട്ടോ. ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ പഠിപ്പിക്കുന്നത്. ഞാൻ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. അങ്ങനെ എൻ്റെ വീട്ടിൽ അമ്മ ഇടിയാ വിളിച്ചോണത്തടി. ഫോൺ വിളിച്ച പോലെ ആയിരുന്നു. പിന്നെ എൻ്റെ ഈ പ്രകടനങ്ങളൊക്കെ കണ്ട് ഏട്ടൻ ഓരോന്ന് പറഞ്ഞ് കളയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ വന്നതിൻ്റെതായിരിക്കും ഈ സന്തോഷ പ്രകടനങ്ങളൊക്കെ. ഞാൻ പറഞ്ഞ അത്. പിന്നെ ഈ ഉറങ്ങിക്കിടന്നവരെ വിളിച്ചുണർത്തുക എൻ്റെ ഒരു ഹോബിയാണ്. പാതിരാത്രി വന്ന് ഇവരെയൊക്കെ വിളിച്ചുണർത്തി ശല്യപ്പെടുത്തുക. ഇതാണ് എൻ്റെ വല്യച്ഛൻ, അച്ഛൻ്റെ ചേട്ടൻ. ഞാൻ ചേട്ടച്ഛൻ എന്ന് വിളിക്കും. അങ്ങനെ നമ്മള് വീടിനകത്തുനിന്ന് കയറാൻ ബസ് കൂട്ടാക്കിയില്ല. ബസ്സിന് പുറത്തുനിന്ന് കളിക്കണം. അങ്ങനെ ഓരോ വിധത്തിൽ ബസ്സിനെ പിടിച്ചകത്തൊക്കെ കയറ്റി ഡ്രസ്സൊക്കെ മാറി. ഇതാണ് എൻ്റെ സ്വീറ്റ് ഡാഡി, എൻ്റെ അച്ഛൻ, ബസുവിൻ്റെ അച്ഛൻ. അങ്ങനെ നമ്മൾ പിന്നെ കിടന്നുറങ്ങാനുള്ള പ്ലാനൊക്കെ ആയി. നല്ല സൂപ്പർ ടയേർഡിലാണ് വന്ന് കയറിയത്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബാക്കി വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.